കേരളത്തിലെ ജനകോടികൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ പറ്റി ഇന്നലെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ വളരെയേറെ നിർഭാഗ്യകരമായിപ്പോയി. അദ്ദേഹം ഇന്ന് പറഞ്ഞ അവസാനിപ്പിച്ച് ഞാൻ ചാനലിൽ കേട്ടു. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. മന്ത്രി ഗണേഷ് കുമാർ ഓലപ്പാമ്പ് കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ നോക്കണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ആരാണെന്നറിയാം, ഗണേഷ് കുമാർ ആരാണെന്നും അറിയാം. വിവാദമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഒരാക്ഷേപം ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചില്ല. 2013 ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ രാജിവെക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയായിരുന്നു. അതിന് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഞാൻ വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹം മന്ത്രിസഭയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ രാജിവെക്കാൻ UDF ആവശ്യപ്പെടാനുള്ള കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേസുകളായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. ഉമ്മൻചാണ്ടി തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിൽ കൊടുത്ത മൊഴി അനുസരിച്ച് അദ്ദേഹത്തെ പിന്നീട് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുവാൻ ആലോചന ഉണ്ടായെങ്കിലും മറ്റു പല ഡെവലപ്മെന്റ്സ് മൂലം നടക്കാതെ പോയി. ഉമ്മൻചാണ്ടിയെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ വീഴ്ച കൊണ്ടല്ല ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായതുകൊണ്ടാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് സോളാർ കേസാണ്. വിവാദമായ സോളാർ കമ്മീഷന്റെ വെളിപ്പെടുത്തൽ, ഉമ്മൻചാണ്ടിക്കെതിരെ ചില പരാമർശങ്ങളുണ്ടായി. ആ പരാമർശം പിന്നീട് കോടതി നീക്കം ചെയ്തു. ഇപ്പൊ പരാമർശങ്ങളില്ല. ആ പരാമർശങ്ങൾക്ക് ആധാരമായ കാരണമെന്ന് പറഞ്ഞാല് സരിതയുടെ ഒരു കത്താണ്. ജയിലിൽ വെച്ച് സരിത എഴുതി തയ്യാറാക്കി ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് കൊടുത്ത കത്ത് 21 പേജാണ്. സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയ കത്ത് 25 പേജാണ്. പിന്നീട് 4 പേജ് കൂടി ആ കത്തിൽ കൂട്ടിച്ചേർത്തു. ഈ 4 പേജിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായും മറ്റ് ചിലർക്കെതിരായും ചില പരാമർശങ്ങൾ ഉണ്ടായത്. സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ പറ്റി പരാമർശിക്കാനുള്ള ഏക കാരണം ഈ കൂട്ടിച്ചേർത്ത 4 പേജിലെ പരാമർശങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത് 4 പേജ് വർദ്ധിച്ചത്? അതിന്റെ പിന്നിൽ വളരെ കുറ്റകരമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. എന്താണ് നടന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതൊരു പരസ്യമായ രഹസ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊട്ടാരക്കര കോടതിയുടെ വിചാരണ ഞാൻ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ആ കത്ത് എങ്ങനെ 4 പേജ് കൂട്ടിച്ചേർത്ത് ആലോചിച്ച് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൊഴി കൊട്ടാരക്കര കോടതി തന്നെയുണ്ട്. ഏതായാലും ആ കത്തിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചനയുണ്ട്. ആ കേസിലെ 1-ാം പ്രതി സരിത എസ് നായരും 2-ാം പ്രതി മന്ത്രി ഗണേഷ് കുമാറുമാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും പറയാറുള്ളത് പോലെ സത്യം മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. കാർമേഘ പടലങ്ങൾ
എത്രയെല്ലാം മൂടി വെച്ചാലും സത്യം പുറത്തു വരും. മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടിയേക്കാൾ സംശുദ്ധനാണെന്നും ജനസാമാന്യ സ്വീകാരനാണെന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ ഈ അവസരത്തിൽ വിവാദങ്ങളെ വലിച്ചഴിക്കാൻ പാടില്ലായിരുന്നു. അത് വളരെ നിർഭാഗ്യകരമായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ചർച്ചയാക്കുന്നത് ശരിയാണോ? അത് എന്തിനു വേണ്ടിയുള്ള ഒരു ഇതാണ്? ചാണ്ടിയുമ്മൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടുകൂടിയാണ് ഗണേഷ് കുമാറും ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്. അതെ, തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിലും എന്ത് സമയം അതിന്റെ മുന്നിലല്ല ഇത് വന്നേക്കുന്നത്. അതുമായി ബന്ധമൊന്നുമില്ല. ഇപ്പൊ വിവാദങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷെ ഗണേഷ് കുമാറിനെ പോലെ ഒരു ആള് ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ധ്വനി ഒട്ട് ശരിയല്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ എന്തൊക്കെ വിളിച്ചു പറയും. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. മടി പൊതിയുള്ള വഴി പേടിച്ചാൽ മതി, വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വിവാദത്തിന് തുടക്കമിട്ടത് ചാണ്ടിയുമ്മനല്ലേ? ചാണ്ടിയുമ്മന്റെ പരാമർശങ്ങൾക്ക് മറുപടിയല്ലേ ഗണേഷ് കുമാർ പറഞ്ഞത്? ഈ ചാണ്ടിയുമ്മനും ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതേപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഏതായാലും പരാമർശമുണ്ടായി. പക്ഷെ പരാമർശത്തിന്റെ മറുപടി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. ആ മറുപടിയിലെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വസ്തുനിഷ്ഠമായിരിക്കണം. മറുപടി പറയാനുണ്ടായ കാരണം ചാണ്ടിയുമ്മനല്ലേ തുടക്കം കുറിച്ചത്? സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തതല്ലേ? അതുമായി ബന്ധപ്പെട്ട കേസും കോടതിയിലുണ്ട്. ആ കേസിന് ആധാരമായ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ പിന്നിലുണ്ടായ ക്രിമിനൽ കോൺസ്പിറസി എങ്ങനെയാണ് 4 പേജ് വർദ്ധിച്ചത്, അത് പിന്നിൽ ആരൊക്കെയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, ജനസമൂഹത്തിനറിയാം. സത്യം ഒരിക്കൽ പുറത്തു വരും. ഈ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുമ്പോഴേ ഉമ്മൻചാണ്ടിക്ക് ഒരു മതിയായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ ഉണ്ടാവേണ്ട ഒരാളുണ്ടായല്ലോ. അല്ല, അത് വ്യത്യസ്തമായ കാര്യമാണത്. അതിവിടെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയം ശ്രീ ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങളാണ്. അദ്ദേഹത്തെ പോലൊരു മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പേടിപ്പിച്ചാലൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയല്ല അങ്ങനെ പറയുന്നതൊന്നും. ഗണേഷ് കുമാർ ഞങ്ങളുടെ ക്യാബിനറ്റ് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, ഞങ്ങളുടെയൊക്കെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഭാഷ, ആ ഭീഷണിയുടെ സ്വരം, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി എന്ത് ചെയ്യാനായിട്ടാ? ഉമ്മൻചാണ്ടി ഞാൻ അറിയുന്നിടത്തോളം അവരിൽ രഞ്ജിപ്പുണ്ടാക്കാനും അവരുടെ ഐക്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി ഒരിക്കലും കുടുംബം കലക്കുന്ന ആളല്ല. ഉമ്മൻചാണ്ടിക്ക് ആ ഒരു ഇതൊന്നുമില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും അത് ചെയ്യത്തില്ല. അത് കേരളത്തിലെ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ പറഞ്ഞാലേ. എവിടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് പരിഹരിക്കാൻ നോക്കുന്നതല്ലാതെ ഒരു കുടുംബത്തെ കലക്കാനോ അകറ്റാനോ ഒന്നും ഉമ്മൻചാണ്ടി നോക്കത്തില്ല. അത് ഗണേശൻ എന്ത് പറഞ്ഞാലും ശരി, അത് ജനസമൂഹം വിശ്വസിക്കത്തില്ല. അത് അത് ഉമ്മൻചാണ്ടിയുടെ മാത്രം തീരുമാനമല്ല. അത് ഈ വിഷയങ്ങൾ, ആ കേസുണ്ടായി, ആ വിഷയങ്ങൾ UDF ചർച്ച ചെയ്തു. UDFിന്റെ നിർദ്ദേശമാണ് മന്ത്രി ഗണേശൻ രാജിവെക്കണം എന്നുള്ളത്. തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മാത്രമായിട്ടതല്ല. പക്ഷേ ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് ഡിസൈഡിംഗ് ഫാക്ടർ. അങ്ങനെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഗണേശൻ രാജിവെക്കുകയായിരുന്നു, പുറത്താക്കിയൊന്നുമല്ല, രാജിവെക്കുകയായിരുന്നു. പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു വന്ന എനിക്കറിയില്ല. പക്ഷെ എടുക്കാൻ കഴിയാതെ പോയത് ഉമ്മൻചാണ്ടി കൊട്ടാരക്കര കോടതി കൊടുത്ത മൊഴി അനുസരിച്ചാണെങ്കിൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. അത് ഉമ്മൻചാണ്ടി തെറ്റുകാരനൊന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.